എല്ലാവർക്കും നമസ്കാരം. സേനാനി സിവിൽ സർവീസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. അക്കാഡമിയുടെ ക്ലാസുകൾ SCERT NCERT അടിസ്ഥാനീകരിച്ച് സിലബസിനുള്ളിൽ ഒതുക്കി ചിട്ടപ്പെടുത്തിയിരിക്കുന്നതാണ്. തീർച്ചയായും പ്രിലിമിനറിക്കും മെയിൻസിനും ഉപകരിക്കുന്നതുമാണ്. നിങ്ങൾക്ക് ഉപകരിച്ചാൽ പ്രോത്സാഹനമായി ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മടിക്കരുത്. ഇന്നത്തെ ടോപ്പിക് ഗാന്ധിജിയുടെ ആദ്യകാല പ്രവർത്തനങ്ങൾ. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്തറിലാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ജനിച്ചത്. ഇംഗ്ലണ്ടിൽ നിന്നും നിയമബിരുദം നേടിയ ശേഷം അദ്ദേഹം അഭിഭാഷക വൃത്തിക്കായി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയി. ഗാന്ധിജിയുടെ ദക്ഷിണാഫ്രിക്കൻ യാത്രയിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായിരുന്നു. ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവെറിയൻ ഭരണകൂടം ഇന്ത്യൻ വംശജരോട് കാണിച്ച വിവേചനവും അനീതിയും ഗാന്ധിജിയുടെ മനസ്സിനെ പിടിച്ചുലച്ചു. 1884 മുതൽ 1914 കാലത്ത് ദക്ഷിണാഫ്രിക്കയിലെ വംശീയ ഗവൺമെന്റിനെതിരെ അദ്ദേഹം ഐതിഹാസിക പോരാട്ടം നയിച്ചു. ഈ സമരഘട്ടത്തിലാണ് സത്യാഗ്രഹം എന്ന പുതിയൊരു പ്രക്ഷോഭ രീതിക്ക് ഗാന്ധി രൂപം നൽകിയത്. സത്യാഗ്രഹവും അഹിംസയും ഗാന്ധിജി മുറുകെ പിടിച്ചിരുന്ന ഏറ്റവും പ്രധാനമായ ഒരു ആശയമാണ് സത്യാഗ്രഹം. ഗാന്ധിജിയുടെ തത്വശാസ്ത്രത്തിൻ്റെ ആധാരശിലയായ സത്യാഗ്രഹം പിൽക്കാലത്ത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുഖ്യ സമരായുധമായി തീരുകയായിരുന്നു. സത്യം, ആഗ്രഹം എന്നീ രണ്ട് സംസ്കൃത പദങ്ങൾ ചേർന്നുണ്ടായ വാക്കാണ് സത്യാഗ്രഹം. സത്യത്തിൻ്റെ ശക്തി അഥവാ സത്യത്തെ മുറുകെ പിടിക്കുക എന്നതാണ് സത്യാഗ്രഹത്തിൻ്റെ അർത്ഥം. സത്യം, അഹിംസ എന്നിവയാണ് സത്യാഗ്രഹത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ. സത്യാന്വേഷണം ഗാന്ധിജിയുടെ ജീവിത ദൗത്യമായിരുന്നു. സത്യത്തിനു മീതെ മറ്റൊരു ദൈവവുമില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. ഒരു മാതൃകാ സത്യാഗ്രഹി സത്യവാനും ശാന്തശീലനുമായിരിക്കണം. അതേസമയം താൻ തെറ്റെന്ന് വിശ്വസിക്കുന്ന ഒന്നിനും അയാൾ കീഴടങ്ങില്ല. തിന്മയ്ക്കെതിരായ സമരത്തിൽ സത്യാഗ്രഹി ശാരീരികമായ യാതനകളെ സസന്തോഷം സ്വീകരിക്കും. തിന്മയെ എതിരിടുമെങ്കിലും തിന്മ ചെയ്യുന്നവനെ അയാൾ സ്നേഹിക്കും. മാനവരാശിയോടുള്ള സ്നേഹത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ആത്മീയ തത്വമാണ് സത്യാഗ്രഹം. പ്രതിയോഗികൾക്ക് നേരെ ഉള്ള വെറുപ്പ് എന്ന വാക്കിന് ഇതിൽ ഇടമില്ല. ഗാന്ധിജി പറയുന്നു, സത്യാഗ്രഹത്തിൻ്റെ മറ്റൊരു അടിസ്ഥാന പ്രമാണമാണ് അഹിംസ. സമ്പൂർണ്ണ വിശുദ്ധിയാണ് ഗാന്ധിജി അഹിംസ എന്ന് വിശേഷിപ്പിച്ചത്. ശത്രുക്കളോടും തെറ്റുകൾ ചെയ്യുന്നവരോടും വിദ്വേഷം പാടില്ലെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഒരു അഹിംസാവാദി തന്നെ ദ്രോഹിക്കുന്നവനോട് പോലും ദേഷ്യപ്പെടാൻ പാടില്ല. എല്ലാ ദ്രോഹങ്ങളും അവഹേളനങ്ങളും അയാൾ ക്ഷമയോടെ സഹിക്കുകയും പ്രതിയോഗിയുടെ നന്മ ആഗ്രഹിക്കുകയും വേണം. അഹിംസ എല്ലാ തരത്തിലും ബലപ്രയോഗത്തെ എതിർക്കുന്നു. ഗാന്ധിജിയെ സംബന്ധിച്ചിടത്തോളം അഹിംസ ദുർബലരുടെയും ഭീരുക്കളുടെയും ഒരു ആയുധമായിരുന്നില്ല. ബലവാനും ധീരനും മാത്രമേ അഹിംസ അനുവർത്തിക്കാൻ കഴിയൂ. ഭീരുത്വത്തേക്കാൾ അഭികാമ്യമായത് അഹിംസയാണെന്ന് ഗാന്ധിജി 1920 യങ് ഇന്ത്യയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. സത്യാഗ്രഹത്തിന് 5 രൂപങ്ങളുണ്ട്: നിസ്സഹരണം, നിയമലംഘനം, ഉപവാസം, പണിമുടക്ക്, ഹിജറത്ത്. അത് സഹന സമരങ്ങളിൽ നിന്നും വ്യത്യസ്തവുമാണ്. ഗാന്ധിജി ചിന്തയെ അനുഷ്ഠാനത്തിൽ നിന്നും വിശ്വാസത്തെ പ്രവൃത്തിയിൽ നിന്നും വേറിട്ട് കണ്ടിരുന്നില്ല. ഗാന്ധിജി പ്രചരിപ്പിച്ച കാര്യങ്ങൾ അദ്ദേഹം സ്വന്തം ജീവിതത്തിൽ പകർത്തി കാണിച്ചു. പ്രയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങളെ അദ്ദേഹം പ്രചരിപ്പിച്ചിരുന്നുള്ളൂ. സത്യാഗ്രഹവും അഹിംസയും അദ്ദേഹത്തിൻ്റെ തത്വശാസ്ത്രത്തിൻ്റെ ആധാരശിലകളായിരുന്നു. ഗാന്ധിജിയുടെ ആശയങ്ങളെ രൂപപ്പെടുത്തുന്നതിൽ എയിംസൺ, ഡേവിഡ് തറോ, ലിയോ ടോൾസ്റ്റോയി എന്നിവരുടെ ആശയങ്ങൾ ഏറെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ് അവസാനിച്ചിരിക്കുന്നു. തുടർന്നുള്ള ക്ലാസ്സുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സേനാനി സിവിൽ സർവീസ് അക്കാഡമിക്ക് വേണ്ടി ശബ്ദം നൽകിയിരിക്കുന്നത് വൈഷ്ണവ്. താങ്ക് യു ഫോർ